ജിദ്ദയിൽ ഭക്ഷ്യസുരക്ഷാ നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി. മനുഷ്യോപഭോഗത്തിന് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയ 20 ടൺ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ ജിദ്ദ മുനിസിപ്പാലിറ്റി നശിപ്പിച്ചു. പരിശോധനയ്ക്കിടെ ആരോഗ്യ മുനിസിപ്പൽ ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചിരുന്ന അനധികൃത മധുര പലഹാര നിർമ്മാണശാലയും അടച്ചുപൂട്ടി. ജിദ്ദയുടെ കിഴക്കൻ മേഖലയിലെ സംയുക്ത പരിശോധന നടപടികൾക്കിടെയാണ് വൻ സുരക്ഷാ ലംഘനങ്ങൾ കണ്ടെത്തിയത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന കേക്ക്, പേസ്ട്രി, മധുരപലഹാര നിർമ്മാണശാല അധികൃതർ അടച്ചുപൂട്ടി. താമസ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ അടിസ്ഥാന ആരോഗ്യ മാനദണ്ഡങ്ങൾ പോലും പാലിച്ചിരുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചു. പരിശോധനയിൽ കേടായ അസംസ്കൃത വസ്തുക്കളും പഴകിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. ചില ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയ ഏകദേശം 20 ടൺ ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിച്ചു. ഉൽപാദനത്തിനും സംസ്കരണത്തിനും ഉപയോഗിച്ച ഉപകരണങ്ങളും അധികൃതർ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഉത്തരവാദികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ സ്ഥാപനം പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്ന് ജിദ്ദ മുനിസിപ്പാലിറ്റി അറിയിച്ചു. പൊതുജനാരോഗ്യവും ഉപഭോക്തൃ സുരക്ഷയും ഉറപ്പാക്കാനുള്ള പരിശോധനകൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.